ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആർക്കും ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. യേശു നമ്മിലൂടെ പ്രവർത്തിക്കണം എന്നായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. നാം യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ യേശു നമ്മിലൂടെ പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്. നാം പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പദ്ധതികളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം കൂടിച്ചേരാറുണ്ട്. എന്നാൽ നമ്മിലൂടെ ക്രിസ്തു പ്രവർത്തിക്കുമ്പോൾ അവിടെ ഞാനെന്നുള്ള വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്ക് വലിയ പരിഗണന ഉണ്ടാവില്ല. അവിടെ മുഴുവൻ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. എന്നിലൂടെ ക്രിസ്തു ജീവിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അതായിരുന്നു പറഞ്ഞത്, ഞാനല്ല യേശു അത്ര എന്നിൽ ജീവിക്കുന്നത്, ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ കുറയണം, യേശു വളരണം. ഓരോ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൻ്റെ ആപ്തവാക്യം ഇതായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം എത്രമാത്രം വെളിപ്പെടുമായിരുന്നു. ഞാൻ കുറയണം എന്നുള്ള ചിന്ത, ആ ഒരു മനോഭാവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ രൂപപ്പെടുത്തുവാനായി നാം സമർപ്പിക്കണം. എല്ലാവരും ഇഷ്ടപ്പെടുന്നത് വളരുവാനാണ്, തന്നെത്താൻ ഉയരുവാനാണ്. മറ്റുള്ളവർക്ക് മീതെ തന്നെത്താൻ ഉയർത്തുന്നവരുണ്ട്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുന്നവരുണ്ട്. എന്നാൽ യേശു ഒരാളിലൂടെ ജീവിക്കുമ്പോൾ, യേശു ഒരാളിലൂടെ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് യേശു വളരുകയും ആ വ്യക്തി കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചെറുതാകാൻ തയ്യാറാകണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം. വലുതാകാനുള്ള ജഡത്തിൻ്റെ ആഗ്രഹം, ലോകത്തിലെ പ്രലോഭനങ്ങൾ, അതിനെല്ലാം ഘടകവിരുദ്ധമാണ് ചെറുതാവുക എന്നുള്ളത്. യേശു എത്രമാത്രം വലിയവനായിരുന്നു, സ്വർഗത്തിൽ എത്രമാത്രം ആരാധന സ്വീകരിച്ചു കൊണ്ടിരുന്ന മഹാദൈവമായിരുന്നു യേശു. ഫിലിപ്പി ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ വാസ്തവത്തിൽ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായിട്ട് മാറി. 1000 ദൂതന്മാരുടെ ആരാധന സ്വീകരിച്ചു കൊണ്ടിരുന്ന യേശു ക്രിസ്തു വലിയവനായവൻ, അവനേക്കാൾ വലിയവൻ ആരുമില്ല. അവിടുന്ന് അത്യുന്നതനായിരുന്നു. മുഴുലോകത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിച്ചവനായിരുന്നു. തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയുമായിരുന്നു. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ അധികാരം ഉള്ളവനായിരുന്നു. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ എല്ലാം താൻ മുഖാന്തരമായിരുന്നു. ആ ദൈവം, വലിയവനായ ദൈവം ചെറിയവനായി ഈ ഭൂമിയിൽ അവതരിച്ചത് ആ പാത പിൻപറ്റുവാൻ നമുക്കൊരു മാതൃക കാണിച്ചു തരേണ്ടതിനാണ്. ചെറിയവനായിട്ട് മാറി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ താൻ വളരുവാനായിട്ട് തിരഞ്ഞെടുത്തു. തൻ്റെ സാഹചര്യങ്ങളെല്ലാം വളരെ പരിമിതി ഉള്ള സാഹചര്യങ്ങളായിരുന്നു. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ യേശു ജീവിച്ചു. തലചായ്പനിടമില്ലായിരുന്നു, അരക്കാശിന് വകയില്ലായിരുന്നു. അങ്ങനെ ഇല്ലായ്മകളുടെയും പരിമിതികളുടെയും ലോകത്ത് തന്നെത്താൻ ചെറുതായി ഈ ഭൂമിയിൽ ജീവിച്ചു. അത് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഒരു മാതൃകയാണ്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും മേലായ നാമം നൽകി ഉയർത്തി. ബൈബിൾ നാം പഠിക്കുമ്പോൾ കാണുന്നത്, ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടാൽ, ആ സമർപ്പണം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, ഓരോരോ അനുഭവങ്ങളിലൂടെ ഞാൻ വലിയവനാണെന്നുള്ള തൻ്റെ ഭാവം, ഞാനെന്ന ഭാവം,
ഞാനെന്തോ സംഭവമാണെന്നുള്ള മനസ്സിൻ്റെ ചിന്തകൾ, ജഡത്തിൽ ആശ്രയിച്ചുള്ള തൻ്റെ ജീവിതം, ഇതെല്ലാം ഓരോരോ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് ഞാൻ ഏറ്റവും ചെറിയവൻ എന്നുള്ള ചിന്താഗതിയിലേക്ക് ദൈവം നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. മോശ വിചാരിച്ചത്, എനിക്ക് കഴിവുണ്ട്, അധികാരമുണ്ട്, അതുകൊണ്ട് താൻ സ്വന്തം ശക്തിയാൽ ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാൻ ഒരു ചെറിയ ശ്രമം നടത്തി നോക്കി. അത് പരാജയപ്പെട്ടു. കൊട്ടാരത്തിൽ നിന്ന് മോശയ്ക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ നീണ്ട 40 വർഷം കഠിനമായ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട സന്ദർഭത്തിൽ മോശയ്ക്ക് മനസ്സിലായി, താൻ ദൈവത്തിൻ്റെ കരത്താൽ പണിയപ്പെടുകയായിരുന്നു. വലിയവനാണെന്നുള്ള ആ ബോധ്യം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ട് താൻ ഏറ്റവും ചെറുതായി. അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ആരംഭിക്കുന്നത്. ദൈവം തൻ്റെ ശക്തി കാണിക്കേണ്ടതിന് മോശയെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. തീർച്ചയായും നാമും പ്രാർത്ഥിക്കണം. ഒരു ചെറിയ ജീവിതമാണ് നമുക്കുള്ളത്. സ്വന്തം കഴിവ്, പ്രാപ്തി, പണം, അധികാരം, ഇതിലൊന്നും അല്ല വാസ്തവത്തിൽ നാം ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടത്. നാം എത്രമാത്രം ചെറുതാകുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമോ അവിടെയാണ് ദൈവം നമ്മെ പണിയുന്നത്. ഞാൻ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ സകല പാപികളിലും വെച്ച് ഒന്നാമൻ എന്നുള്ള ആ ചെറുതാകുന്ന മനസ്സ് പൗലോസിനുണ്ടായതുപോലെ നമ്മിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകട്ടെ. നാം നമ്മെ തന്നെ ഉയർത്താതിരിക്കുന്ന ജീവിതം, മറ്റുള്ളവർക്ക് മീതെ നാം നമ്മെ തന്നെ ഉയർത്തുവാൻ ഒരിക്കലും അനുവദിക്കാത്ത ഒരു ജീവിതം ദൈവം നമുക്ക് നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, യോഹന്നാനെ പോലെ ഞാൻ കുറയണം, യേശു വളരണം എന്നുള്ള ബോധ്യത്തിൽ ജീവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ